ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട്. എന്താണ്ടാ കുഞ്ചാ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. പേടിപ്പിച്ച് കളഞ്ഞു. വല്ലാതെ കിട്ടാന്ന് വിറപ്പിച്ച് കളഞ്ഞു, ഇരുത്തി കളഞ്ഞു. ആരെ കണ്ടോണ്ടിരുന്ന നമ്മളെ. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ വല്ലാത്തൊരു വൃത്തികെട്ട അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. സീരിയസ്ലി, ഇത് ആ ഫീലിംഗ് എന്താണ്, എങ്ങനെയായിരുന്നു എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഫുഡൊക്കെ ലാവിഷായിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 ചപ്പാത്തി ഞാൻ എൻ്റെ പ്ലേറ്റിൽ വെച്ചിട്ട് ക്വാർട്ടർ ചില്ലി ചിക്കനും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും രുചികരമായ ഭക്ഷണം ഉണ്ടായിട്ട് ഇത് കഴിച്ചിട്ട് ഇറങ്ങണ്ടേ, മനസ്സ് വരണ്ടേ? ആ അവസ്ഥയായിരുന്നു അന്ത അളവുക്ക് ഇരുത്തി കളഞ്ഞു ഇംഗ്ലണ്ട്. എന്ത് കളിയാ കളിച്ചേ? എന്ത് കളിയോടോ ചങ്ങാതി കളിച്ചത്? ഇന്ത്യ 253 റൺസ് അടിച്ചു. ചിന്ന സ്കോർ കിടയാതെ പെരിയ സ്കോർ ഇതാ. ഇന്ത്യയുടെ ബാറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. ഇന്ത്യ കളി തൂക്കിട്ടെ ഇന്ത്യ ഫൈനലിലേക്ക് പോയിട്ട് എന്ന് ഞാൻ ഉറപ്പിച്ചു. ഐ വാസ് ഡാം ബ്ലഡി കോൺഫിഡൻറ്റ്. ഇന്ത്യ ബൗളിങ്ങിന് ഇറങ്ങിയ സമയത്ത് ഞാൻ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. വളരെ റിലാക്സ്ഡ് ആയിട്ട് സുഖമായിട്ട് ഇതാ ഇന്ത്യ ഫുഡ് പോലെ കഴിക്കാൻ വേണ്ടി പോകണമെന്നുള്ള മൂഡിലാണ് ഞാൻ ആക്ച്വലി ഇരുന്നത്. പക്ഷേ അത്ര റിലാക്സ്ഡ് ആയിട്ട് ബൗളിങ് കണ്ടു തുടങ്ങി ഞാൻ. പിന്നെ സാനില്ലാത്ത അവസ്ഥയായി. എന്താ അളവ് കടി, ബത്തല്. ആ ചങ്ങായുടെ വിക്കറ്റ് പോകാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മനസ്സുകൊണ്ട് അയാളുടെ കളിയെ ഞാൻ അപ്രിഷിയേറ്റും ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ ജയിക്കണം. അപ്പോൾ ഇവൻ്റെ വിക്കറ്റ് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ആ മൂഡിലാണ് ആക്ച്വലി ഇരിക്കുന്നുണ്ടായിരുന്നത്. സത്യത്തിൽ കളി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം മാത്രമല്ല ആക്ച്വലി തോന്നുന്നത്. കളി കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു ആശ്വാസമുണ്ട്, ഒരു റിലാക്സേഷൻ, നല്ല രീതിയിലൊരു ശാന്തമായ ഒരു അവസ്ഥ. അറ്റം വരെ കളിച്ച് ഇംഗ്ലണ്ട്, അറ്റം വരെ കളിച്ചത്. ഇന്ത്യ ജയിച്ചു, സന്തോഷം. പക്ഷെ ഞാൻ ആ ഒരു കളിയുടെ പോക്കിനെയാണ് ഞാൻ ആ ഫീലിംഗ് ആണ് ഇവിടെ പറഞ്ഞത്. ഇന്ത്യ ജയിച്ചു, ഓഫ് കോഴ്സ് ഫൈനലിലേക്ക് വിട്ടു. പക്ഷേ വിറപ്പിച്ച് ഇംഗ്ലണ്ട്, അത് പറയാതെ വയ്യ, വിറപ്പിച്ച് വിട്ട്. ഇനി ബാറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കിടിലനായിട്ട് കളിച്ചു. സഞ്ജു സാംസൺ 89 റൺ, നല്ല കിടിലൻ. അണ്ണൻ 15 നിൽക്കുന്ന സമയത്ത് മറ്റേ അണ്ണൻ അടിച്ചിട്ട് ക്യാച്ച് മിസ്സായതാണ്. എനിക്ക് ഒരു വിഷമം തോന്നി. കാര്യം എന്താ പറയുക, സഞ്ജു ഒരവസരം പോലും കൊടുക്കരുത് അവർക്ക് എന്നുള്ളൊരു ആഗ്രഹം ആക്ച്വലി ഉണ്ടായിരുന്നു. മനസ്സിലായ? അന്ത ലെവലിൽ കളിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു കഴിഞ്ഞ മാച്ച് സഞ്ജു കളിച്ച പോലെ. അപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, ഇത്തവണയും ഒരു അവസരം പോലും കൊടുക്കരുത് എന്നുള്ളത്. പക്ഷെ എനിക്ക് ചെറിയൊരു വിഷമം തോന്നി. അങ്ങനെ അടിച്ചിട്ട് ഇപ്പുറത്ത് ക്യാച്ച് മിസ്സായപ്പോൾ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ആ ഒരു ഷോട്ട് വേണ്ടായിരുന്നു എന്നുള്ളൊരു സംഗതി എനിക്ക് ആക്ച്വലി തോന്നി. പക്ഷെ അത് കഴിഞ്ഞിട്ട് അണ്ണം തൂക്കി, അടിച്ച് കയറ്റി. 89 റൺ അടിച്ച് കയറ്റി, അടിച്ച് തൂക്കി. എത്രയാണ്? 8 4-ഉം 7 6-ഉം. കിടിലൻ കളിയായിരുന്നു. മെച്ചോർഡായിട്ടുള്ള അപ്രോച്ചായിരുന്നു സഞ്ജുവിൻ്റെ, അത് പറയാതെ വയ്യ. കഴിഞ്ഞ കളിയാണെങ്കിലും മെച്ചോർഡായിട്ടുള്ള അപ്രോച്ചായിരുന്നു. ഈ കളിയാണെങ്കിലും ആ ഒരു അടിച്ച ഷോട്ടിൽ ക്യാച്ച് അത് പോട്ടെ, പക്ഷേ എന്താ പറയുക, മെച്ചോർഡായിട്ടുള്ള ഷോട്ട്സ് ഒക്കെ ആണെങ്കിലും ആദ്യമൊന്നും കളിക്കണ പോലെ അല്ല. അണ്ണൻ കാര്യമായിട്ട് ശ്രദ്ധിച്ച് എന്താ പറയുക, വളരെ സീരിയസ് ആയിട്ട് ഞാനിത് കളി ജയിക്കണം, അല്ലെങ്കിലും അടിച്ച് സ്കോറിലേക്ക് എത്തിക്കണം, ആ ഒരു ചിന്തയിൽ മൂപ്പര് കളിച്ചു. അതാ ഞാൻ പറഞ്ഞത്, മെച്ചോർഡ് അപ്രോച്ചായിരുന്നു. ശരിക്കും അയാളുടെ പങ്ക് ചെറുതല്ല ഈ സ്കോറിലേക്ക് എത്താൻ. സഞ്ജു സാംസൺ എല്ലാവരും കളിച്ചു. സഞ്ജു സാംസൺ കിടു കളിയായിരുന്നു. അതേപോലെ തന്നെ തിലക് വർമ്മ ഓൾസോ കിടു കളിയായിരുന്നു. അതേപോലെ തന്നെ ഇഷാൻ കിഷൻ കിടിലൻ കളി. ഡൂബെ കളിച്ചു. ഹാർദിക് പാണ്ഡ്യ കളിച്ചു.
ആകെ ഇവിടെ എന്താ പറയുക, അഭിഷേകിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുത്ത സത്യം പറയാലോ, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ സെറ്റിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അണ്ണൻ ഇന്ന് ഈ കളിയിൽ തിരിച്ചു വരും 40+ അടിക്കുന്ന ഞാൻ പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ചക്ക നിരാശപ്പെടുത്തി കേട്ടോ. അത് എന്താണ്ടാ കുഞ്ചാ നീ നിരാശപ്പെടുത്തി കൂട്ടത് ശർമ്മേ, ശരിയായില്ല കേട്ടാ, അത് ശരിയായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ സൂര്യകുമാർ യാദവും കാര്യമായിട്ട് കളിച്ചില്ല. പക്ഷെ ബാക്കി എല്ലാവരും, ഹാർദിക് പാണ്ഡ്യ, എല്ലാവരും ബാറ്റിങ്ങിലും ഒട്ടുമിക്കവരും പൊള്ളിയായിട്ട് കളിച്ചു. ഡൂബയുടെ കാര്യം എടുത്തു പറയണം. ഡൂബെ കഴിഞ്ഞ കളിയിലാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, വലിയൊരു സ്ഥാനം തന്നെയാണ് ആക്ച്വലി അയച്ചത്. സഞ്ജു ഓഫ് കോഴ്സ് പൊളിച്ച് നോട്ട് ഔട്ടിൽ നിന്ന് കളി ജയിപ്പിച്ചു, യെസ്. പക്ഷെ ഇപ്പുറത്ത് ഡൂബയുടെ ആ ഒരു എന്താണ് പറയുക, 2 4ഉം വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം തന്നെയാണ്. ഈ ഒരു കളിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അണ്ണ 43 അടിച്ചിട്ടുണ്ട്. പോളി കളിയായിരുന്നു. അപ്പോൾ ബാറ്റിംഗ് വാസ് പെർഫെക്റ്റ്. ഇന്ത്യയുടെ പെട്ട 253 എന്നുള്ള സ്കോറിലേക്ക് എത്തി. ഇതാണ് പറയാനുള്ളത് കളിയെക്കുറിച്ച്. കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ എന്താണ് ബൗളിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഈ ബൗളിങ് എന്നുള്ള ഇതിൽ മാത്രം ഞാൻ പറയാം. പൊതുവേ ഞാൻ പറയാം, ബുംറ ഓഫ് കോഴ്സ് ബൗളിങ്ങിൽ അവസാന നിമിഷമൊക്കെ അയാൾ ദൈവം. ബുംറ ദൈവം, ഹാർദിക് ദൈവമാണ്. അക്സർ 2 ക്യാച്ച് കിട്ടു, എഫേർട്ട് 2 ക്യാച്ചല്ല, 1 ക്യാച്ച്. മറ്റേത് ഡൂബെ പിടിച്ചു. അതായത് അക്സറിൻ്റെ ഒരു എഫേർട്ടും ആക്ച്വലി അവിടെ ഉണ്ട്. ഹാർദിക്കിൻ്റെ ലാസ്റ്റത്തെ ഓവർ കിട്ടു ഓവറായിരുന്നു അത്. അതായത് അവസാനം ഹാർദിക്ക് ചെയ്ത ഓവർ, ലാസ്റ്റ് ഡൂബെയാണ് ഞാൻ പറഞ്ഞത്. അത് തൊട്ട് മുമ്പ് ഹാർദിക്കിൻ്റെ കിട്ടു ഓവർ. അവസാനം ആ പ്രഷർ പോയിന്റിൽ നിന്നു ഹാർദിക്ക്. ലാസ്റ്റ് ഡൂബേക്ക് കൊടുത്ത സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആളിയാ ഈ മുത്ത് പണി പറ്റിക്കോ, കാരണം നോ ബോൾ വൈഡ് നോ ബോൾ എന്നൊക്കെ പറഞ്ഞ് എറിഞ്ഞിട്ട് ജയിക്കേണ്ട കളിയെ പൊട്ടിക്കോ എന്നുള്ള ആ ഒരു ടെൻഷനും ആക്ച്വലി ഉണ്ടായിരുന്നു. പക്ഷേ ഡൂബെ ഒരു വൈഡ് കൊടുത്തു. പക്ഷെ പിന്നെ 6ഉം അടിച്ചു. ജോഫ്ര ആർച്ചറൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കളി ജയിച്ചപ്പോൾ സമാധാനം കിട്ടി. മൊത്തത്തിൽ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടുപ്പിച്ചു, വല്ലാതെ കിടന്നിട്ട് അങ്ങോട്ട് എരുതി കളഞ്ഞു. മൊത്തത്തിൽ പറഞ്ഞാൽ കിടിലം കളി ഇത്രേ പറയാനുള്ളൂ. കിടിലം കളി, കളി. ഇന്ത്യ into the finals versus New Zealand.